everyone, welcome to Vedantu Malayalam channel. ഞാൻ അഞ്ജന, your biology teacher. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നോക്കാം. സോ എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ വരുന്നുള്ളത് എക്കോളജി എന്ന് പറയുന്ന യൂണിറ്റിന്റെ അണ്ടറിലാണ്. സോ എക്കോസിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, സോ സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം എന്താണ്, അതുപോലെ തന്നെ ഫംഗ്ഷൻ ഓഫ് എക്കോസിസ്റ്റം എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തുടങ്ങാം. എന്താണ് എക്കോസിസ്റ്റം, ആ ഒരു ടേമിന്റെ മീനിങ് എന്താണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു പോകാം. ഓക്കെ, സോ ആദ്യം നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്, എക്കോസിസ്റ്റം. എന്താണ് എക്കോസിസ്റ്റം എന്നുള്ള ആ ഒരു ടേമിന്റെ മീനിങ് എന്തായിരിക്കും? സി, എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ജിയോഗ്രാഫിക്കൽ ഏരിയയില് നടക്കുന്ന എബയോട്ടിക്കും ബയോട്ടിക് കോമ്പണന്റ്സിന്റെ നടുവിലുള്ള ഒരു ഇന്ററാക്ഷൻ. ഓക്കെ, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, എക്കോസിസ്റ്റം. സോ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നേച്ചർ. സോ നേച്ചറിലുള്ള ഒരു ഫങ്ഷണൽ യൂണിറ്റ് ആണ്. ആ യൂണിറ്റിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, വേർ ലിവിങ് ഓർഗാനിസംസ് interact among themselves. So organism തമ്മിലും interact ചെയ്യുന്നുണ്ട്, and also with their physical environment. Okay, physical environment, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, എക്കോസിസ്റ്റം എന്ന് വിളിക്കും. ഓക്കെ, സോ എന്നാ പിന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നും, ഈ എക്കോസിസ്റ്റമും എക്കോളജിയും തമ്മിൽ എന്താണ് വ്യത്യാസം? അവിടെയും നമ്മൾ എബയോട്ടിക്കും ബയോട്ടിക് ഇന്ററാക്ഷൻ തന്നെയാണ് അവിടെയും പറയുന്നത്, ഇവിടെയും പറയുന്നത്, അല്ലെ? എന്നാ പിന്നെ എന്താണ് ഈ എക്കോളജി, എന്താണ് എക്കോസിസ്റ്റം എന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സോ ഒന്ന് പെട്ടെന്ന് ഇതിന് ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് എടുക്കാം. സോ എക്കോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മക്കളെ, എക്കോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the study of ecosystem. So എക്കോസിസ്റ്റമിനെ പറ്റി പഠിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയനെ നമ്മൾ എന്ത് വിളിക്കും, എക്കോളജി എന്ന് വിളിക്കും. ഓക്കെ, സോ എക്കോസിസ്റ്റമും എക്കോളജിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എക്കോസിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോട്ടിക് ഇന്ററാക്ഷനെ പറ്റിയിട്ട്, ഒരു പർട്ടിക്കുലർ ജിയോഗ്രാഫിക്കൽ ഏരിയയിലുള്ള ഇന്ററാക്ഷനെ പറ്റിയിട്ടുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, എക്കോളജി എന്ന് വിളിക്കും. എക്കോസിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫങ്ഷണൽ യൂണിറ്റ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ ഫങ്ഷണൽ യൂണിറ്റ്, അവിടെ ബയോട്ടിക്കും എബയോട്ടിക്കും കോമ്പണന്റ് രണ്ടും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എർത്തിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ ആദ്യം നമുക്ക് മനസ്സിലാക്കാം എർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്. സോ നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് എന്താണ്, ഗ്ലോബൽ എക്കോസിസ്റ്റം ആണ്, ഒരു വലിയ എക്കോസിസ്റ്റം ആണ്. ഓക്കെ, സോ ഇവിടെ ഒരുപാട് കുഞ്ഞു എക്കോസിസ്റ്റം നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. എർത്ത് എന്ന് പറയുന്നത് എന്താണ്, ഗ്ലോബൽ എക്കോസിസ്റ്റം ആണ്. ഓക്കെ, സോ നമ്മുടെ എക്കോസിസ്റ്റമിനെ നമുക്ക് മൂന്ന് ഭാഗങ്ങളായിട്ട്, ഡിവിഷൻ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എക്കോസിസ്റ്റം ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3 ടൈപ്സ്. ഓക്കെ, എക്കോസിസ്റ്റം ഈസ് classified into 3 types. ഏതൊക്കെയാണത് ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. ആദ്യത്തെ ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് ടെറസ്ട്രിയൽ. ഓക്കെ, ഏതാണ്, ടെറസ്ട്രിയൽ ആണ്. ഓക്കെ, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ആണ്. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുക? ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തിങ് ഈസ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം, അല്ലെ? ഫോറസ്റ്റിന് നമുക്ക് ഒരു എക്കോസിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറെ ഏതൊക്കെയാണ്, ഗ്രാസ് ലാൻഡ്, അല്ലെ? സോ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം, ഡെസേർട്ട് എക്കോസിസ്റ്റം, അല്ലെ? സോ ഇതൊക്കെ എന്താണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ആണ്. രണ്ടാമത്തത് അക്വാട്ടിക് എക്കോസിസ്റ്റം. ഓക്കെ, രണ്ടാമത്തേത് ഏതാണ്, അക്വാട്ടിക് എക്കോസിസ്റ്റം ആണ്. സോ അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ അതിലെ ബാക്കിയുള്ള എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. അക്വാട്ടിക് എക്കോസിസ്റ്റം അതായത് പോണ്ട് എക്കോസിസ്റ്റം ആണോ, അതുപോലെ തന്നെ ഓഷൻ, അല്ലെ? സോ പോണ്ട് എക്കോസിസ്റ്റം, ഓഷൻ, ലേക്ക്, റിവർ, ഇതൊക്കെ എന്താണ്, അക്വാട്ടിക് എക്കോസിസ്റ്റം ആണ്. ഓക്കെ, സോ അത് കൂടാതെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, അതേതാ?
എന്തായിരിക്കും? ടെറസ്ട്രിയൽ ആയി, അക്വാട്ടിക് ആയി. വേറെ ഏതെങ്കിലും ഒക്കെ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിട്ട് പറഞ്ഞേ. ഒന്നുകൂടെ ഉണ്ട്. ഏതൊക്കെയാണത്? ഏതാണത്? ദാറ്റ് ഈസ് മാൻ മെയ്ഡ് എക്കോസിസ്റ്റം. നമ്മൾ ഉണ്ടാക്കിയ എക്കോസിസ്റ്റം. ഏതാണ് നമ്മൾ ഉണ്ടാക്കിയ എക്കോസിസ്റ്റം? ഏതാണ് നമ്മൾ ഉണ്ടാക്കിയ എക്കോസിസ്റ്റം? അഗ്രികൾച്ചറൽ ഫീൽഡാ അല്ലെ? സോ അഗ്രികൾച്ചറൽ ഫീൽഡ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ക്രോപ്പ് വളയുന്ന ആ ഒരു പർട്ടിക്കുലർ പ്ലേസ് അല്ലെ? സോ ദാറ്റ് ഈസ് ക്രോപ്പ് ഫീൽഡ്. ഓക്കെ, ക്രോപ്പ് ഫീൽഡ്. ഓക്കെ, സോ ക്രോപ്പ് ഫീൽഡും എന്താണ്? മാൻമെയ്ഡ് എക്കോസിസ്റ്റം ആണ്. അതുപോലെ തന്നെ അക്വേറിയം. ഓക്കെ, അക്വേറിയമും എന്താണ്? മാൻമെയ്ഡ് എക്കോസിസ്റ്റം ആണ്. സോ ഈ 3 ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഓരോ എക്സാമ്പിൾസ് ഒന്നും നമ്മൾ ഇവിടെ പഠിക്കുന്നില്ല. നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു എക്കോസിസ്റ്റം, ഒരു പെർട്ടിക്കുലർ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും, അതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓരോ എക്സാമ്പിൾസ് ഒന്നും നമ്മൾ നോക്കുന്നില്ല. സ്ട്രക്ചറും ഫംഗ്ഷനും ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പൊ പിന്നെ നമുക്ക് ആദ്യം എന്ത് നോക്കാം? എക്സാമ്പിൾ. ഓക്കെ, എക്സാമ്പിൾ ഫോർ ആൻ എക്കോസിസ്റ്റം. നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം, ഒരു എക്കോസിസ്റ്റമിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കണം അല്ലെ? സോ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഫോർ എക്കോസിസ്റ്റം. സോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പോണ്ട് എക്കോസിസ്റ്റം ആണ്. ഏത് എക്കോസിസ്റ്റം? പോണ്ട് എക്കോസിസ്റ്റം. ഓക്കെ, പോണ്ട് എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു എക്കോസിസ്റ്റം ആണ്. അതിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് എക്കോസിസ്റ്റം ആണ്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് അതിലെ സ്ട്രക്ചറും ഫംഗ്ഷനും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്? പോണ്ട് എക്കോസിസ്റ്റം എടുക്കുന്നത്. ഓക്കെ, ഈ പോണ്ട് എക്കോസിസ്റ്റമിലെ കോമ്പണൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഏതൊക്കെ കോമ്പണൻസ് ഉണ്ട് പോണ്ട് എക്കോസിസ്റ്റമിലെ? കോമ്പണൻസ്. ഓക്കെ, പോണ്ട് എക്കോസിസ്റ്റമില് മെയിൻ ആയിട്ട് 2 കോമ്പണന്റ് ആണുള്ളത്. എല്ലാ എക്കോസിസ്റ്റമിലും ഉള്ളതുപോലെ തന്നെ ഇവിടെയും നമുക്ക് 2 കോമ്പണന്റ് കാണാൻ പറ്റും. ഏതൊക്കെയാണ് ആ കോമ്പണൻസ്? ഫസ്റ്റ് വൺ ഈസ് എബയോട്ടിക്. ഓക്കെ, സോ എബയോട്ടിക് കോമ്പണന്റ്, അതുപോലെ തന്നെ ബയോട്ടിക് കോമ്പണന്റ്. യെസ്, സോ എബയോട്ടിക് കോമ്പണന്റും ബയോട്ടിക് കോമ്പണന്റും. എബയോട്ടിക് അതുപോലെ തന്നെ ബയോട്ടിക് കോമ്പണന്റ്. ഓക്കെ, എബയോട്ടിക് കോമ്പണന്റ് ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് പറയോ? ഏതൊക്കെയാണ് എബയോട്ടിക് കോമ്പണന്റ്? വാട്ടർ ഉണ്ട്, മിനറൽസ് ഉണ്ട് അല്ലെ? വാട്ടർ, മിനറൽസ്, അതുപോലെ തന്നെ ഓക്സിജൻ, ലൈറ്റ് അല്ലെ, ടെമ്പറേച്ചർ, റൈറ്റ്? സോ ഇങ്ങനെയുള്ള സീസൺസ്, ഓരോ സീസൺസിലും എക്കോസിസ്റ്റം വേറെ പോലെ തന്നെ ആയിരിക്കും അല്ലെ? സോ ഇതൊക്കെ എന്താണ്? എബയോട്ടിക് ആണ്. അതുപോലെ തന്നെ ബയോട്ടിക് പറഞ്ഞേ. ബയോട്ടിക് ഏതൊക്കെയാണ്? ആൽഗെ കാണാൻ പറ്റുമോ? പോണ്ടിൽ ആൽഗെ കാണാൻ പറ്റുമോ? യെസ്, ആൽഗെ കാണാൻ പറ്റും. സബ്മർജ്ഡ് ലീഫ് അല്ല, സബ്മർജ്ഡ് പ്ലാന്റ്സിനെ കാണാൻ പറ്റുമോ? യെസ്, സബ്മർജ്ഡ് പ്ലാന്റ്സ്, അതായത് കംപ്ലീറ്റ്ലി മുങ്ങി കിടക്കുന്ന പ്ലാന്റ്സ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സർഫേസ് വാട്ടറിൽ ഫ്ലോട്ടിംഗ് ആയി കിടക്കുന്ന പ്ലാന്റ്സ് കാണാൻ പറ്റുമോ? യെസ്, സോ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സും കാണാൻ പറ്റും. യെസ്, ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് കാണാൻ പറ്റും. സോ ഇതൊക്കെ പ്ലാന്റ്സ് ആയി. അതുകൂടാതെ വേറെ എന്തൊക്കെയാണ്? ഫൈറ്റോ പ്ലാങ്ക്ടോൺസ് എന്ന് കേട്ടിട്ടില്ല നമ്മളെല്ലാവരും? യെസ്, ഫൈറ്റോ പ്ലാങ്ക്ടോൺസ് മൈക്രോ ഓർഗാനിസം ആണ് അല്ലെ? കുഞ്ഞു ഓർഗാനിസം ആണ് ഫൈറ്റോ പ്ലാങ്ക്ടോൺസ്. യെസ്, അതുപോലെ തന്നെ സൂ പ്ലാങ്ക്ടോൺസ് കാണാൻ പറ്റും. ഓക്കെ, സൂ പ്ലാങ്ക്ടോൺസ്. അതുകൂടാതെ ഫിഷസ് അല്ലെ? ഫിഷസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തൊക്കെയാണ് അനിമൽസിൽ കാണാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ അല്ലെ? ടോർട്ടോയ്സ് കാണാൻ പറ്റുമായിരിക്കും അല്ലെ? സോ ഇങ്ങനെ ഒരുപാട് ബയോട്ടിക് കോമ്പണൻസ് ഉണ്ട്. ഇത് മാത്രമല്ല ഇനിയൊരാളും കൂടെ ഇവിടെ ഉണ്ട്, അതായത് ഡീകമ്പോസർ അല്ലെ? ഡീകമ്പോസേഴ്സും ഉണ്ട്. ഏതൊക്കെ ഡീകമ്പോസേഴ്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക? ഡീകമ്പോസേഴ്സ് ഏതൊക്കെയാണ്? ഫംഗൈ. ഓക്കെ, സോ ഫംഗൈ, ബാക്ടീരിയ. ഓക്കെ, ഫംഗൈ, ബാക്ടീരിയ, ഫ്ലജല്ലേറ്റ്സ്, ഇതൊക്കെ എന്താണ് ഡീകമ്പോസേഴ്സ് ആണ്. അതായത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസത്തിന്റെ മുകളിൽ ആക്ട് ചെയ്തിട്ട് അതിന് ഫുഡായിട്ട് കഴിക്കുന്ന ഒരു ഓർഗാനിസമിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡീകമ്പോസേഴ്സ് എന്ന് വിളിക്കും. ആ ഡീകമ്പോസേഴ്സിനും നമുക്ക് എവിടെ കാണാൻ പറ്റും? പോണ്ട് എക്കോസിസ്റ്റമിൽ കാണാൻ പറ്റും. ഓക്കെ, എബയോട്ടിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെയാണ് നോക്കിയത്? വാട്ടർ, മിനറൽ, ഓക്സിജൻ, ലൈറ്റ്, ടെമ്പറേച്ചർ, സീസൺസ്, ഇതൊക്കെ വരുന്നത് എവിടെയാണ്? എബയോട്ടിക്കിലാണ്. ബയോട്ടിക്കിൽ നമുക്ക് ആൽഗെ, സബ്മർജ്ഡ് പ്ലാന്റ്സ്, ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്, ഫൈറ്റോ പ്ലാങ്ക്ടോൺസ്, സൂ പ്ലാങ്ക്ടോൺസ്, ഫിഷസ്,
അതുപോലെ തന്നെ ടോർട്ടോയ്സ്, ഇങ്ങനെയുള്ള ഇല്ലെങ്കിൽ നമുക്ക് സ്നേക്ക്, ഇതൊക്കെ പറയാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ അതിന്റെ ഉള്ളിൽ തന്നെ, അതായത് ബയോട്ടിക് കോമ്പനന്റിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡീകമ്പോസേഴ്സിനെയും കാണാൻ പറ്റും. അതായത് ഫംഗൈ, ബാക്ടീരിയ, ഫ്ലജലേറ്റ്സ്, ഇതൊക്കെ എന്താണ്? ഡീകമ്പോസേഴ്സ് ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തിൽ കാണാൻ പറ്റും? പോണ്ട് എക്കോസിസ്റ്റമിൽ കാണാൻ പറ്റും. ഓക്കെ, ഈ പോണ്ട് എക്കോസിസ്റ്റമിൽ ഇത്രയൊക്കെ കാര്യങ്ങളില്ലേ. സോ ഈ എല്ലാ ഓർഗാനിസംസും അതുപോലെ തന്നെ നോൺ ലിവിങ് ഓബ്ജക്ട്സും ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, ഒന്നിനൊന്ന് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്ററാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഫങ്ഷൻ ഓഫ് എക്കോസിസ്റ്റം, ഫങ്ഷൻസ് ഓഫ് എക്കോസിസ്റ്റം കാണാൻ പറ്റും. ഓക്കെ, സോ എന്തൊക്കെ ഫംഗ്ഷൻ ആണ് ഒരു എക്കോസിസ്റ്റമിൽ കാണാൻ പറ്റുക? ഫങ്ഷൻസ് ഓഫ് എക്കോസിസ്റ്റം. എന്തൊക്കെ ഫംഗ്ഷൻ ആണ് ഒരു എക്കോസിസ്റ്റമിൽ നമുക്ക് കാണാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ. ഫസ്റ്റ് തിങ് ഈസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഓക്കെ, സോ പ്രൈമറി പ്രൊഡക്ടിവിറ്റി. എന്താണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? പുതിയ കുറെ ടേംസ് അല്ലെ. സോ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ്, അതായത് ഈ ഫൈറ്റോ പ്ലാങ്ക്ടോൺസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആൽഗേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സബ്മർജ്ഡ് പ്ലാന്റ്സ് ആയിക്കോട്ടെ, ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട്, അതായത് എന്താണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, അല്ലെങ്കിൽ വെറും പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോകാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, അതായത് ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻസ്, ഏതൊക്കെ ഫംഗ്ഷൻസ് ആണ് ഒരു എക്കോസിസ്റ്റമിൽ നടക്കുന്നതെന്ന് നമ്മൾ ഓർത്ത് വെക്കണം. അതിൽ ആദ്യത്തേതാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, അതായത് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുണ്ട്. ഒരു എക്കോസിസ്റ്റമിൽ നമുക്ക് ഫോട്ടോസിന്തസിസ് കാണാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീകോമ്പോസിഷൻ. രണ്ടാമത്തേത് ഏതാണ്? ഡീകോമ്പോസിഷൻ. എന്താണ് ഡീകമ്പോസിഷൻ? അതായത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസംസ് അത് അങ്ങനെ തന്നെ കിടക്കുമോ? ഒരു പ്ലാന്റിന്റെ ലീഫ് ചീഞ്ഞോണ്ട് കിടക്കുന്നുണ്ട് അല്ലെ. സോ അങ്ങനെ തന്നെ ചീഞ്ഞോണ്ട് കിടക്കുന്നതല്ലേ നമുക്ക് കാണാൻ പറ്റുക. വെള്ളവും ടെമ്പറേച്ചറും ഒക്കെ ഉണ്ടെങ്കിൽ ചീഞ്ഞോട് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ ആ ലീഫ് അതേപോലെ ഫ്രഷ് ആയിട്ട് എത്ര കാലം വേണമെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കുന്നത് കാണാൻ പറ്റുമോ? ഇല്ല അല്ലെ. സോ അതെന്താവുന്നുണ്ട്? ഡീക്കേ ആവുന്നുണ്ട്. സോ ഡീക്കേ ആവുന്നത് എന്തിന്റെ ബേസിസിലാണ്? ഈ ഡീകോമ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ബേസിസിലാണ് അല്ലെ. ഡീകോമ്പോസേഴ്സ് എന്ന് പറയുന്ന ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഓർഗാനിക് മാറ്ററിന്റെ മുകളില് ഒരുപാട് എൻസൈമാറ്റിക് ആക്ഷൻ ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ആക്കി മാറ്റുന്നുണ്ട്. ഓർത്ത് വെക്കുക, ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ആക്കി മാറ്റുന്നുണ്ട്. സോ ആ ഒരു പ്രോസസ്സിനെ പറ്റിയും നമ്മൾ പഠിക്കുന്നുണ്ട് ഫങ്ഷൻസ് ഓഫ് എക്കോസിസ്റ്റമില്. ഓക്കെ, അടുത്ത കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനർജി ഫ്ലോ. എന്താണിത്? എനർജി ഫ്ലോ. സോ ഒരു ട്രോപ്പിക് ലെവലിൽ നിന്നും ഇനിയൊരു ട്രോപ്പിക് ലെവലിലേക്ക് എന്താവുന്നുണ്ട്? എനർജി പാസ് ആവുന്നുണ്ട്. ആ ഒരു കാര്യവും നമ്മൾ ഈ ഫംഗ്ഷൻ ഓഫ് എക്കോസിസ്റ്റം, അതായത് നമ്മുടെ പോണ്ട് എക്കോസിസ്റ്റമിൽ ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും അല്ലെ. സോ നമ്മുടെ എനർജി ഫ്ലോയും ഉണ്ട്. അത് കൂടാതെ ന്യൂട്രിയന്റ് സൈക്ലിംഗ്. എന്താണ്? ന്യൂട്രിയന്റ് സൈക്ലിംഗ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ഫങ്ഷണൽ എക്കോസിസ്റ്റമിൽ അല്ലെങ്കിൽ പോണ്ട് എക്കോസിസ്റ്റമിൽ കാണാൻ പറ്റുക. ഏത് എക്കോസിസ്റ്റം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 4 കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 4 കാര്യങ്ങൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ക്ലിയർ ആയിട്ട് പോണ്ട് എക്കോസിസ്റ്റമിൽ കാണാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഫീച്ചർ ഓഫ് എക്കോസിസ്റ്റം. ഓക്കെ, ഒരു എക്കോസിസ്റ്റമിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് എക്കോസിസ്റ്റം എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഫസ്റ്റ് തിങ് ഈസ് സ്ട്രക്ചറൽ കോമ്പണന്റ്. ഓക്കെ, ഏതാണ്? സ്ട്രക്ചറൽ കോമ്പണന്റ് ആണ്. ഓക്കെ, സ്ട്രക്ചറൽ കോമ്പണന്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? ഒരു എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന എന്തൊക്കെയാണ് അതിൽ കാണാൻ പറ്റുക? ബയോട്ടിക്കും എബയോട്ടിക് കോമ്പണന്റ്. അതാണ് സ്ട്രക്ചറൽ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സ്ട്രക്ചറൽ കോമ്പണന്റ് ഓഫ് ആൻ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുക? ബയോട്ടിക് ആൻഡ് എബയോട്ടിക് കോമ്പണന്റ്സ്. ഓക്കെ, ബയോട്ടിക്കും എബയോട്ടിക് കോമ്പണന്റ്സ് ആണ് സ്ട്രക്ചറൽ കോമ്പണന്റ്. രണ്ടാമത്തേത് എന്താണ്? സെക്കൻഡ് വൺ ഈസ് ഫങ്ഷണൽ എക്കോസിസ്റ്റം. ഓക്കെ, ഫങ്ഷണൽ കോമ്പണന്റ്. ഫങ്ഷണൽ കോമ്പണന്റ് നമ്മൾ ഇപ്പോഴാണ് പഠിച്ചത്, കുറച്ച് നേരത്തെയാണ് പഠിച്ചത്. എന്തൊക്കെയാണ്? പ്രൈമറി പ്രൊഡക്ടിവിറ്റി അല്ലെ. പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ? അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി ഫ്ലോ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിച്ചു അല്ലെ.
സോ അത് കൂടാതെ ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ അല്ലെ, ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അത് കൂടാതെ ഇനി ഒരു കാര്യം കൂടെ എന്താണത്, ന്യൂട്രിയൻ സൈക്ലിംഗ് അല്ലെ, ന്യൂട്രിയന്റ് സൈക്ലിംഗ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസ് ഓഫ് ആൻ എക്കോസിസ്റ്റം. ഓക്കെ, ഫങ്ഷണൽ കോമ്പണന്റ് എന്ന് പറയുമ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക. ഓക്കെ, അടുത്തത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മൂന്നാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സ്ട്രാറ്റിഫിക്കേഷൻ. ഓക്കെ, സ്ട്രാറ്റിഫിക്കേഷൻ. ഓക്കെ, നമുക്ക് ഈ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അത് ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം. സി, ഒരു ഫോറസ്റ്റ് എക്കോസിസ്റ്റം നമുക്ക് പഠിക്കാം. ഓക്കെ, ഫോറസ്റ്റ് എക്കോസിസ്റ്റം ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഫോറസ്റ്റ് എക്കോസിസ്റ്റം. ഓക്കെ, ഈ ഫോറസ്റ്റ് എക്കോസിസ്റ്റമിൽ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുക? സി, ഇതിൽ മെയിൻ പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ് അല്ലെ. സോ ഫോറസ്റ്റ് എക്കോസിസ്റ്റമിൽ ഏറ്റവും വലിയ ആൾക്കാർ ഏതാണ്? അത് പ്ലാന്റ്സ് ആണ് അല്ലെ. സോ ആ പ്ലാന്റ്സ് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ സി, ഇതാണ് നമ്മുടെ ഫോറസ്റ്റ് എക്കോസിസ്റ്റം. ഈ ഫോറസ്റ്റ് എക്കോസിസ്റ്റമിൽ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുക? ലാർജർ പ്ലാന്റ്സ് അല്ലെ. സോ വലിയ പ്ലാന്റ്സ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. സോ അത് കൂടാതെ നമുക്ക് വേറെ എന്തൊക്കെയാണ് കാണാൻ പറ്റുക? കുഞ്ഞു ചെടികൾ അല്ലെ. സോ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഷ്രബ്സ് എന്ന് വിളിക്കും. ട്രീസ് ഉണ്ട്, അത് കൂടാതെ ഷ്രബ്സ് ഉണ്ട് അല്ലെ, ഷ്രബ്സ് ഉണ്ട്. അതും കൂടാതെ നമുക്ക് വേറൊരാളും കൂടെ ഇവിടെ കാണാൻ പറ്റുമല്ലോ, അതെന്താണ്? ഹെർബ്സ് അല്ലെ, ഹെർബ്സ് ഉണ്ട്. സോ ഒരു എക്കോസിസ്റ്റമില് ഒരു ലെവൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ടോപ്പ് മോസ്റ്റ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ബോട്ടം ലെവൽ എന്ന് പറഞ്ഞാൽ 3-4 ലെവൽസ് നമുക്ക് കാണാൻ പറ്റും. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സ്ട്രാറ്റിഫിക്കേഷൻ. അതായത് ടോപ്പ് മോസ്റ്റ് ഏതാണ് ഇവിടെ? ട്രീസ് അല്ലെ. ട്രീസ് ആണ് ടോപ്പ് മോസ്റ്റ് ലെവലിലുള്ളത് അല്ലെ. ടോപ്പ് മോസ്റ്റ് സ്ട്രേറ്റ് എന്ന് പറയാ അല്ലെങ്കിൽ ലെവൽ എന്ന് പറയാ, അതേതാണത്? ദാറ്റ് ഈസ് ട്രീസ്. സെക്കൻഡ് വൺ എന്താണത്? ദാറ്റ് ഈസ് ഷ്രബ്സ് അല്ലെ. ഷ്രബ്സ് എന്താണ്? ഷ്രബ്സ് എന്ന് പറയുന്നത് മിഡിലുള്ള ഒരു സ്ട്രേറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റിൽ എന്ത് കാണാൻ പറ്റും? ദാറ്റ് ഈസ് ഗ്രാസ് അല്ലെങ്കിൽ ഹെർബ്സ് അല്ലെ. ഗ്രാസ് അല്ലെങ്കിൽ ഹെർബ്സ് കാണാൻ പറ്റും. ഇത് മൂന്നാമത്തെ അല്ലെങ്കിൽ ബോട്ടം ലെവലിലുള്ള ഒരു സ്ട്രേറ്റ് ആണ് അല്ലെ. സോ ഇങ്ങനെ നമുക്ക് ഒരു എക്കോസിസ്റ്റം നോക്കുകയാണെങ്കിൽ എല്ലാ കോമ്പണൻസിലും നമുക്ക് ഇങ്ങനെ 3 ലെവൽ കാണാൻ പറ്റും. സോ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? സ്ട്രാറ്റിഫിക്കേഷൻ. ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? സ്ട്രാറ്റിഫിക്കേഷൻ. മനസ്സിലായോ എല്ലാവർക്കും? സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അതിനെ മെൻഷൻ ചെയ്യുക. സോ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഒരു എക്കോസിസ്റ്റമിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ട്രോഫിക് ലെവലിൽ നമുക്ക് 3 അല്ലെങ്കിൽ 4 ലെവൽസ് കാണാൻ പറ്റും. ആ ലെവൽസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് വിളിക്കും. ഒരു ക്ലിയർ കട്ട് ഇങ്ങനെ ഓരോ ലെവൽസ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ആ ലെവൽസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സ്ട്രേറ്റ എന്ന് വിളിക്കും. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. സോ അടുത്ത് നമുക്ക് 4ാമത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 4ാമത്തെ കാര്യമാണ് എന്ത്? സ്റ്റാൻഡിങ് ക്രോപ്പും. ഓക്കെ, സോ സ്റ്റാൻഡിങ് ക്രോപ്പ് 4ാമത്തത് സ്റ്റാൻഡിങ് ക്രോപ്പ് ആൻഡ് സ്റ്റാൻഡിങ് സ്റ്റേറ്റ്. എന്താണ് സ്റ്റാൻഡിങ് ക്രോപ്പ്, എന്താണ് സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നോക്കാം നമുക്ക്. സെയിം സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ any ecosystem or trophic level total amount of biomass. So total amount of biomass. Okay, biomass in an ecosystem. In an ecosystem. Okay, ഏത് എക്കോസിസ്റ്റം ആണെങ്കിലും ആ എക്കോസിസ്റ്റമിന്റെ ടോട്ടൽ അമൗണ്ട് ഓഫ് ബയോമാസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് വിളിക്കും. ഓക്കെ, അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് വിളിക്കും. എന്നാൽ പിന്നെ സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സി, ഇപ്പോ സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു നമ്മൾ നേരത്തെ ഫോറസ്റ്റ് എക്കോസിസ്റ്റം നോക്കിയില്ലേ, ആ ഫോറസ്റ്റ് എക്കോസിസ്റ്റമിൽ ട്രീസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഹെർബ്സ് ഉണ്ടായിരുന്നു, ഷ്രബ്സ് ഉണ്ടായിരുന്നു അല്ലെ. സോ ഇതെല്ലാത്തിന്റെയും പ്രോഡക്റ്റിന്, ബയോമാസിന് നമ്മൾ എന്തെന്ന് വിളിക്കും? സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് വിളിക്കും. ഓക്കെ, സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി, ഒരു എക്കോസിസ്റ്റം നമ്മൾ പഠിക്കുമ്പോ എബയോട്ടിക് കോമ്പനന്റും കൂടെ അവിടെ ഇല്ലേ അല്ലെ. സോ എബയോട്ടിക് കോമ്പനന്റ് ഉണ്ട്. അതായത് ഈ ഒരു എക്കോസിസ്റ്റമില്
ഇവിടെ പ്ലാന്റ്സ് ഉണ്ട്, അനിമൽസ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നിൽക്കുന്നത് എവിടെയാണ്? ഈ സോയിലിന്റെ മുകളിലാണ്. അപ്പൊ ഈ സോയിലില് ഒരുപാട് മിനറൽസ് ഉണ്ട് അല്ലെ, ഒരുപാട് മിനറൽസ് ഉണ്ട്. സോ അതാണ് നമ്മൾ പഠിക്കുന്നത്. സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ amount of minerals in the soil. Okay, amount of total amount of minerals in the soil. ഓക്കെ, അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്ന് വിളിക്കും. സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോമാസ് ആണ്. സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനറൽസ് ഇൻ ദി സോയിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? സ്റ്റാൻഡിങ് ക്രോപ്പും സ്റ്റാൻഡിങ് സ്റ്റേറ്റും. ഓക്കെ, ബയോമാസിന് നമ്മൾ സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയും, മിനറൽസിന് നമ്മൾ സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം. എന്താണ്? ടൈപ്സ് ഓഫ് ecosystem. Okay, types of ecosystem. See, on the basis of size. Okay, ആദ്യത്തേത് on the basis of size. On the basis of size. So size ന്റെ ബേസിസിൽ നമുക്ക് 4 ടൈപ്പ് എക്കോസിസ്റ്റം ആണുള്ളത്. So first one is nano. Okay, nano. So നാനോയ്ക്ക് നമുക്ക് ഒരു എക്സാമ്പിൾ എന്ത് കൊടുക്കാം? സോ ഒരു ഗ്ലാസ്സിനകത്ത് വാട്ടർ ഉണ്ടാവും എന്ന് വിചാരിച്ചു. ആ വാട്ടറിൽ കുറച്ച് മണ്ണും പൊടിയും അല്ലെങ്കിൽ ഒരു ഇച്ചിരി ആൽഗയൊക്കെ ഇട്ടിട്ട് ഒരു ഫിഷിനോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നാനോ. ഓക്കെ, സോ സ്മോൾ ഡിച്ചസ്. ഓക്കെ, സ്മോൾ ഡിച്ചസ്. സോ അതെന്താണ്? നാനോ എക്കോസിസ്റ്റം ആണ്. രണ്ടാമത്തേത് മൈക്രോ എക്കോസിസ്റ്റം. മൈക്രോ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് പോണ്ട് എക്കോസിസ്റ്റം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, വളരെ കുഞ്ഞു ഒരു എക്കോസിസ്റ്റം ആണ്. ഓക്കെ, എല്ലാ ഫങ്ഷണൽ കോമ്പണൻസും ഉള്ള ഒരു എക്കോസിസ്റ്റം ആണ് മൈക്രോ എക്കോസിസ്റ്റം, പോണ്ട് എക്കോസിസ്റ്റം. സോ അത് മൈക്രോ എക്കോസിസ്റ്റം ആണ്. മൂന്നാമത്തേത് മാക്രോ എക്കോസിസ്റ്റം, കുറച്ച് വലിയ എക്കോസിസ്റ്റം ആണ്. എക്സാമ്പിൾ നമുക്ക് റിവർ എടുക്കാം. ഓക്കെ, സോ റിവർ, ലേക്ക്, ഇതൊക്കെ എന്താണ്? മാക്രോ എക്കോസിസ്റ്റം ആണ്, കുറച്ചുകൂടെ വലിയ എക്കോസിസ്റ്റം. ആൻഡ് നാലാമത്തത് മെഗാ എക്കോസിസ്റ്റം. മെഗാ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഓഷൻ എടുക്കാം. ഓക്കെ, ഓഷൻ ഈസ് ദി മെഗാ എക്കോസിസ്റ്റം. സോ ദിസ് ഈസ് ബേസ്ഡ് ഓൺ സൈസ്. ഒരു എക്കോസിസ്റ്റമിന്റെ സൈസിന്റെ ബേസിസിൽ നമ്മൾ 4 രീതിയിൽ എന്താക്കിയിട്ടുണ്ട്? അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഓർ ഇൻകംപ്ലീറ്റ്. എന്താണ്? കംപ്ലീറ്റ് ആണോ ഇൻകംപ്ലീറ്റ് ആണോ? ഓക്കെ, ഇൻകംപ്ലീറ്റ് ആണോ? അതിന്റെ ബേസിസിൽ നമ്മൾ എക്കോസിസ്റ്റമിനെ 2 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ കംപ്ലീറ്റ് എക്കോസിസ്റ്റം. ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കംപ്ലീറ്റ് എക്കോസിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? എന്തായിരിക്കും കംപ്ലീറ്റ് എക്കോസിസ്റ്റം? കംപ്ലീറ്റ് എക്കോസിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും, അതായത് എബയോട്ടിക്കും ബയോട്ടിക്കും അതുപോലെ തന്നെ എല്ലാ ഫങ്ഷണൽ കോമ്പണൻസും നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? കംപ്ലീറ്റ് എക്കോസിസ്റ്റം എന്ന് വിളിക്കും. ആൾ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ കോമ്പണൻസ് എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? കംപ്ലീറ്റ് എക്കോസിസ്റ്റം എന്ന് വിളിക്കും. എന്നാ പിന്നെ ഇൻകംപ്ലീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പെട്ടെന്ന് പറഞ്ഞേ? ഇൻകംപ്ലീറ്റ് എക്കോസിസ്റ്റം. എന്തായിരിക്കും ഇൻകംപ്ലീറ്റ് എക്കോസിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ഏതെങ്കിലും ഒന്ന് മിസ്സായിരിക്കും, ദാറ്റ്സ് ഓൾ അല്ലെ. സോ some components are missing അല്ലെങ്കിൽ any component is missing, അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഇൻകംപ്ലീറ്റ്. സം കോമ്പണന്റ് മിസ്സിംഗ് ആണെങ്കിൽ, ഓക്കെ, മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ അതിനെ ഇൻകംപ്ലീറ്റ്. എക്സാമ്പിൾ നമുക്ക് ഏത് പറയാം? സി അക്വേറിയം അല്ലെ. അക്വേറിയമിലെ എല്ലാ എക്കോസിസ്റ്റമും, അതായത് എല്ലാ കോമ്പണൻസും നമുക്ക് കാണാൻ പറ്റുമോ? ഡീകമ്പോസിഷൻസ് ഒക്കെ നമുക്ക് വളരെ ചെറുതായിട്ടാണ് കാണാൻ പറ്റുക അല്ലെ. സോ അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാണ്? നമ്മൾ പ്ലാന്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കാണാൻ പറ്റുള്ളൂ അല്ലെ. സോ അത് എന്താണ്? അക്വേറിയം ഈസ് ഇൻകംപ്ലീറ്റ് എക്കോസിസ്റ്റം. അതുപോലെ തന്നെ രണ്ടാമത്തത് ഡീപ് സീ. ഓക്കെ, ഡീപ് സീ ഈസ് ഇൻകംപ്ലീറ്റ് എക്കോസിസ്റ്റം. അതായത് ലൈറ്റ് പെനട്രേറ്റ് ആവുന്നില്ലല്ലോ അല്ലെ. സോ ആ ഒരു എക്കോസിസ്റ്റമിൽ ഡീപ് സീയിൽ ലൈറ്റ് എൻ്റർ ആവുന്നില്ല. അവിടെ കംപ്ലീറ്റ്ലി ആൾ ദ ടൈം എന്തായിരിക്കും? ഡാർക്ക് ആയിരിക്കും അല്ലെ, ഡാർക്ക് ആണ്. സോ ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് എക്കോസിസ്റ്റം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? ആദ്യത്തെ എന്താണ്? ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റമിൽ ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്? ദാറ്റ് ഈസ് based on the size of an ecosystem. The ecosystem is classified into 4 types. അടുത്തത് എല്ലാ കോമ്പണൻസും ഉണ്ടോ ഇല്ലയോ അതിന്റെ ബേസിസിൽ 2 ടൈപ്സ് നമ്മൾ പഠിച്ചു അല്ലെ. അടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാൻമെയ്ഡ് ആണോ അല്ലെങ്കിൽ മാൻമെയ്ഡ് എക്കോസിസ്റ്റം ആണോ അതല്ലെങ്കിൽ നാച്ചുറൽ എക്കോസിസ്റ്റം ആണോ? ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാൻമെയ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻസ് ക്രിയേറ്റഡ് എക്കോസിസ്റ്റം. ഏതൊക്കെയാണ് മാൻമെയ്ഡിന് ഏതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക?
ക്രോപ്പ് അല്ലെ, ക്രോപ്പ് ഫീൽഡ് അല്ലെ, ക്രോപ്പ് ഫീൽഡും അതുപോലെ തന്നെ നമുക്ക് വേറെന്താ അക്വേറിയമും അല്ലെ. സോ ഇതൊക്കെ എന്തെന്ന് പറയാ, നമുക്ക് മാൻമെയ്ഡ് എക്കോസിസ്റ്റം എന്ന് പറയാം. നാച്ചുറൽ എക്കോസിസ്റ്റം പോണ്ട് എക്കോസിസ്റ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ഡെസേർട്ട് എക്കോസിസ്റ്റം, ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം, ഇതൊക്കെ എന്താണ് നാച്ചുറൽ എക്കോസിസ്റ്റം ആണ്. ഓക്കെ, സോ ഇങ്ങനെ ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം നമ്മൾ എല്ലാരും ക്ലിയർ ആയിട്ട് പഠിച്ചോ? യെസ്. എന്നാ പിന്നെ നമുക്ക് എന്താണ് പ്രൊഡക്ടിവിറ്റി, വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ദാറ്റ് ഈസ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, എന്താണ് പ്രൊഡക്ടിവിറ്റി നമുക്ക് നോക്കാം. സി, ഒരു എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ അതില് വളരെ സജീവമായിട്ട് ഇരിക്കുന്ന ഒരാളാണ് പ്ലാന്റ്സ് അല്ലെ. സോ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് നടക്കുന്നുണ്ട്. ആ പ്രോസസ്സിന്റെ എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് എന്ത് കിട്ടുന്നുണ്ട്, ഗ്ലൂക്കോസ് കിട്ടുന്നുണ്ട് അല്ലെ. സോ ഇങ്ങനെ ഗ്ലൂക്കോസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ പ്ലാന്റ്സ് എന്താവുന്നുണ്ട്, ഗ്രോ ആവുന്നുണ്ട്. അത് ഗ്രോ ആവുന്നത് മാത്രമല്ലാതെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ബാക്കിയുള്ള എല്ലാ ഓർഗാനിസമും ഗ്രോ ആവുന്നുണ്ട്. സോ ടോട്ടൽ amount of biomass, okay, total amount of biomass in an ecosystem at a particular area in a given time, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കും. ഓക്കെ, സോ amount of biomass produced in a given area per unit time. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കും. സോ ഇതിന് നമ്മൾ മെഷർ ചെയ്യുന്നത് മാസിലൂടെ നമുക്ക്, അതായത് ആ ഒരു പർട്ടിക്കുലർ ബയോമാസ് മാസ് എടുക്കാം നമുക്ക്. ഓക്കെ, മാസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് യൂണിറ്റ് ആണ് യൂസ് ചെയ്യുക, kg per meter square. ഓക്കെ, kg per meter square അതാണ് മാസ് എടുക്കുകയാണെങ്കിൽ. അതായത് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്ടിവിറ്റിന്റെ kg ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ. അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനർജീനെ മെഷർ ചെയ്യുകയാണെങ്കിൽ, എനർജി ആയിട്ടാണ് നമ്മൾ ആ പ്രൊഡക്ടിവിറ്റിനെ മെഷർ ചെയ്യുന്നതെങ്കിൽ, സോ എന്നാ പിന്നെ അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും, കിലോ കെൽവിൻ per meter square. ഓക്കെ, കിലോ കെൽവിൻ per meter square. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റിനെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. അതായത് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതുപോലെ തന്നെ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്. ഓക്കെ, സോ അതിൽ ആദ്യത്തേതാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. എന്താണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി? യെസ്, എന്താണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി? See, it is the rate of primary production. It is the rate of primary production. അതായത് ഒരു പ്ലാന്റ് ഫോട്ടോസിന്തസിസിലൂടെ ആ ഒരു പ്ലാന്റിന്റെ മാസിനെ ഇൻക്രീസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ ഒരു എക്കോസിസ്റ്റമിന്റെ ബയോമാസിനെ ഇൻക്രീസ് ചെയ്യുകയാണ്. സോ ഇത് ചെയ്യുന്നത് പ്ലാന്റ്സ് ആണ്. ഓക്കെ, സോ പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഡയറക്ട്ലി ഡിപെൻഡ്സ് ഓൺ പ്ലാന്റ്സ്. ഓക്കെ, സോ പ്ലാന്റ്സ് എത്ര ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുണ്ട് അതിന്റെ ബേസിസിൽ പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആകും. ഓക്കെ, സോ ഇത് നമുക്കറിയാം. ഇന്ന പർട്ടിക്കുലർ ടൈമും കൂടെ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അതായത് സോ നമുക്ക് നേരത്തെ പഠിച്ചതുപോലെ മാസ് ആണെങ്കിൽ, മാസ് ആയിട്ടാണ് നമ്മൾ അതിനെ മെഷർ ചെയ്യുന്നതെങ്കിൽ, എന്നാ പിന്നെ അതിനെ kg മീറ്റർ സ്ക്വയർ പെർ ഇയർ, അല്ലെങ്കിൽ പെർ വീക്ക്, അല്ലെങ്കിൽ പെർ മന്ത്, ഇങ്ങനെ നമ്മൾ മെൻഷൻ ചെയ്യാം. അല്ല അത് എനർജി ആയിട്ടാണെന്നുണ്ടെങ്കിൽ കിലോ കെൽവിൻ പെർ മീറ്റർ സ്ക്വയർ പെർ ഇയർ, അല്ലെങ്കിൽ പെർ മന്ത്, പെർ വീക്ക്, പെർ ഡേ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കേണ്ടത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്കോസിസ്റ്റം ഇനിയൊരു എക്കോസിസ്റ്റമിന് നടുവിലുള്ള ഒരു കമ്പാരിസണിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റിനെ നോക്കുക. അപ്പോൾ ഡെസേർട്ട് എക്കോസിസ്റ്റമിലും ഒരു ഫോറസ്റ്റ് എക്കോസിസ്റ്റമിലും ബയോമാസ് സെയിം തന്നെയാണോ? അല്ല, ഡിഫറെന്റ് ആണ് അല്ലെ. സോ അതിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഓക്കെ, സോ ടു എക്കോസിസ്റ്റമിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈമറി പ്രൊഡക്ടിവിറ്റിനെ ചെയ്യുന്നത്. സോ ഈ പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ ഈസ് ഗ്രോസ്
പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഓക്കെ, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. എന്താണ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി ടോട്ടൽ amount of biomass. Okay, so it is the total amount of biomass. Okay, so അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കും. സെയിം ഈ ഒരു പ്ലാന്റ് എത്ര ഫോട്ടോസിന്തസിസ് ചെയ്തിട്ടുണ്ട്? ഓക്കെ, ഫോട്ടോസിന്തസിസ് ചെയ്തിട്ട് എത്ര ബയോമാസിനെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്? അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? എന്നാ പിന്നെ രണ്ടാമത്തെ കാര്യം ഒന്നുകൂടെ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. രണ്ടാമത്തെ കാര്യം എന്താ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. എന്തായിരിക്കും നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു പ്ലാന്റ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഫോട്ടോസിന്തസിസ് ചെയ്തിട്ട് ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ബയോമാസിനെ ഇൻക്രീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ലല്ലോ, ഇത് വെറും ഫോട്ടോസിന്തസിസ് മാത്രമല്ല, അത് കൂടാതെ റെസ്പിറേഷനും കൂടെ ചെയ്യുന്നുണ്ട് അല്ലെ. ആ പ്ലാന്റ്സ് റെസ്പിറേഷൻ, അതിന് എനർജി വേണമെന്നുണ്ടെങ്കിൽ, ആ ഒരു പ്ലാന്റിന് എനർജി വേണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? റെസ്പിറേഷൻ ചെയ്യണം അല്ലെ. റെസ്പിറേഷൻ ചെയ്തിട്ട് ATP നെ പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെ. ഫോട്ടോസിന്തസിസ് മാത്രമല്ല, അത് റെസ്പിറേഷനും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു പ്ലാന്റ് ഇപ്പൊ 40 kg ആണ് ബയോമാസിനെ പ്രൊഡ്യൂസ് ചെയ്തത് നമുക്ക് വിചാരിക്കാം. ഓക്കെ, ഒരു പ്ലാന്റ് 40 kg ബയോമാസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതില് ഒരു 10 kg ബയോമാസ് യൂട്ടിലൈസ് ചെയ്യുകയാണ്. ഓക്കെ, 10 kg ബയോമാസ് യൂട്ടിലൈസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? റെസ്പിറേഷന് വേണ്ടിയിട്ട്. റെസ്പിറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ATP പ്രൊഡക്ഷൻ. അത് ഫോട്ടോസിന്തസിസ് ചെയ്യാനാണെങ്കിലും അല്ല വേറെ എന്ത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡൈജഷൻ, എക്സ്ക്രീഷൻ, ഇതെല്ലാം അനിമലിൽ വരും അല്ലെ. സോ അതുപോലെ തന്നെ പ്ലാന്റ്സിലും ഉണ്ടല്ലോ. ഫോട്ടോസിന്തസിസ് അല്ലാതെ ഇപ്പോ ട്രാൻസ്പിറേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാട്ടർ പുള്ളിംഗ് മെക്കാനിസം, അങ്ങനെ ഒരുപാട് മെക്കാനിസംസ് ഇല്ലേ പ്ലാന്റ്സിലും. സോ ഇപ്പോ ഫോട്ടോ റെസ്പിറേഷൻ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോസസ് ഉണ്ട്. അത് ആ എല്ലാ പ്രോസസ് ചെയ്യണം എന്നുണ്ടെങ്കിലും എന്ത് വേണം? ATP വേണം, എനർജി വേണം. ആ എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ റെസ്പിറേഷൻ ചെയ്യണം. ആ റെസ്പിറേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? 10 kg ബയോമാസിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ളത് എത്രയാടാ? 40-ല് 10 പോയി, ബാക്കിയുള്ളത് എത്രയാണ്? 30 kg അല്ലെ, 30 kg. സോ ആ 30 kg-നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. മനസ്സിലായോ? അതായത് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മൈനസ് R റെസ്പിറേഷൻ, അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കും. സോ ഏത് പ്ലാന്റ്സ് ആണെങ്കിലും ആ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് ചെയ്ത് ബയോമാസ് കൂട്ടുന്നത് മാത്രമാണെങ്കിൽ, ബയോമാസ് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കും. പക്ഷെ അത് വെറും മാസിനെ മാത്രം ഇൻക്രീസ് ചെയ്യുക മാത്രമല്ലാതെ അതിന്റെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കുറച്ച് ബയോമാസിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ആ യൂട്ടിലൈസ് ചെയ്തിട്ട് ബാക്കിയുള്ള ബയോമാസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കും. യെസ്, ക്ലിയർ ആയോ? ഓക്കെ, സോ അടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഈ ഒരു സാധനമാണ്, ഈ ഒരു ബയോമാസ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു എനർജിയാണ് ബാക്കിയുള്ള ഹെർബിവോറോ അല്ലെങ്കിൽ ഒരു കാർണിവോറിനോ കിട്ടുന്നത്. ഓക്കെ, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണ് ഉള്ളത്, അല്ലാതെ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി കിട്ടില്ല അല്ലെ. നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഈസ് ദി അവൈലബിൾ ബയോമാസ് ഫോർ the consumption to heterotrophs. സോ ഹെറ്ററോട്രോഫ്സ് ഇപ്പോ കാർണിവോർസ് ആയിരിക്കാം അല്ലെങ്കിൽ ഹെർബിവോർ ആയിരിക്കാം. ആർക്കാണോ ആ ഒരു അനിമലിനെ അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിനെ കഴിക്കുന്നത് ആരാണോ ആ ഒരു ബേസിസിന്റെ മുകളിൽ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? ഹെറ്ററോട്രോഫ്സ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ആൾ ടുഗെദർ ഹെറ്ററോട്രോഫ്സ്. അത് ചിലപ്പോ പ്ലാന്റ്സിനെ കഴിക്കുന്ന അനിമൽസ് ആണെങ്കിൽ ഹെർബിവോർസ്, അനിമലിനെ കഴിക്കുന്ന അനിമൽസ് ആണെങ്കിൽ അതിനെ നമ്മൾ കാർണിവോർസ് എന്ന് വിളിക്കും. സോ ഒരു ഫൈനൽ amount ഓഫ് ബയോമാസ് നമ്മൾ യൂട്ടിലൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നമ്മുടെ ബോഡിയിൽ ബാക്കിയുണ്ട്. സോ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കും. ആ ഒരു നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണ് നമ്മളുടെ കഴിച്ചിട്ട് നമ്മുടെ ബോഡീനെ ഫുഡായിട്ട് കഴിക്കുന്ന ആ ഒരു അനിമലിന് കിട്ടുക. ഓക്കെ,
ക്ലിയർ അല്ലേ? എന്താ പിന്നെ നമുക്ക് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നോക്കാം. എന്താണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി? സോ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് ഫുഡ് ചെയിൻ എടുക്കാം. സോ ഇത് നമ്മുടെ ഗ്രാസ്. ഓക്കെ, സോ ഈ ഗ്രാസിനെ തിന്നിട്ട് വളരുന്ന ഗ്രാസ് ഹോപ്പർ. ഓക്കെ, ഗ്രാസ് ഹോപ്പർ ഉണ്ട്. ഓക്കെ, ഈ ഗ്രാസ് ഹോപ്പറിനെ കഴിച്ചിട്ട് ജീവിക്കുന്ന ഫ്രോഗ് ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഇപ്പൊ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് മനസ്സിലായി. അതായത് ഈ ഒരു പ്ലാന്റ് എത്രയാണ് ഫോട്ടോസിന്തസിസ് ചെയ്തിട്ട് അതിന്റെ ബയോമാസിനെ ഇൻക്രീസ് ചെയ്യുന്നത്, അതിന് നമ്മൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കും. അതിൽ 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, ഇനിയൊന്ന് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ആ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണ് നെക്സ്റ്റ് ഗ്രാസ് ഹോപ്പറിന് കിട്ടുന്നത്. അല്ലെ, ഗ്രാസ് ഹോപ്പറിന് എന്താണ് കിട്ടുന്നത്? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണ്. ഈ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിനെ കഴിച്ചിട്ട് നമ്മുടെ ഗ്രാസ് ഹോപ്പർ കുറച്ച് ബയോമാസിനെ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് ബയോമാസിനെ നമ്മുടെ ഗ്രാസ് ഹോപ്പർ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കും. അതായത് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു ഹെർബിവോർ അല്ലെങ്കിൽ ഒരു കാർണിവോർ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ബയോമാസിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കും. സെയിം ഫോർ ഫ്രോഗ് ഓൾസോ. സോ ഇവിടെ നമ്മൾ ഗ്രാസ് ഹോപ്പർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിനെ കഴിച്ചിട്ട് ഇതിന്റെ ബയോമാസിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആയി, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി ആയി. ആ ഗ്രോസ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റിയിൽ കുറച്ച് അമൗണ്ട് റെസ്പിറേഷന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്, കുറച്ച് മാത്രം അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നെറ്റ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കും. അതിനെയാണ് നമ്മുടെ ഫ്രോഗ് കഴിച്ചിട്ട് അതിന്റെ ബയോമാസിനെ ഇൻക്രീസ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു കാർണിവോർ അല്ലെങ്കിൽ ഒരു ഹെർബിവോർ അല്ലെങ്കിൽ ഒരു ഹെറ്ററോട്രോഫ്, ആൾട്ടുഗെദർ നമുക്ക് ഹെറ്ററോട്രോഫ് എന്ന് വിളിക്കാം. ഒരു ഹെറ്ററോട്രോഫ് അതിന്റെ ബയോമാസിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. ഓക്കെ, ക്ലിയർ ആയില്ലേ? യെസ്. അപ്പൊ നമുക്ക് അടുത്ത കാര്യം നമുക്ക് നോക്കാം. അതായത് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യമില്ല. പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ എന്തിന്റെയൊക്കെ ബേസിസിലാണ് ഇതിന്റെ പ്രൊഡക്ടിവിറ്റി കൂടുകയും കുറയുകയും ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പ്ലാന്റ് സ്പീഷീസ്. ഏത് പ്ലാന്റ് ആണോ, അല്ലെ, സോ ഏത് പ്ലാന്റ് ആണോ ആ ഒരു പർട്ടിക്കുലർ എക്കോസിസ്റ്റമിൽ ഉള്ളത്, സോ അതിന്റെ ബേസിസിൽ അതിന്റെ പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഡിസൈഡ് ആകും. ഓക്കെ, രണ്ടാമത്തത് എൻവയറമെന്റൽ. ഓക്കെ, എൻവയറമെന്റൽ ഫാക്ടേഴ്സ്. സോ എൻവയറമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിപ്പോ ലൈറ്റ് ആവാം, വാട്ടർ ആവാം, ഓക്സിജൻ ആവാം, കാർബൺ ഡൈ ഓക്സൈഡ് ആവാം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ അതൊക്കെ എന്താണ്? എൻവയറമെന്റൽ ഫാക്ടേഴ്സ്. സോ അതും ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് വളരെ കുറവാണെങ്കിൽ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കില്ല, അല്ലെ. ഓക്സിജൻ വളരെ കൂടുതലാണെങ്കിൽ അവിടെയും ഫോട്ടോസിന്തസിസ് കുറവായിരിക്കും, അല്ലെ. സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ടെമ്പറേച്ചർ കുറവാണെങ്കിൽ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കില്ല, അല്ലെ. സോ ഇതൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അടുത്തത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൈലബിലിറ്റി ഓഫ് സൺലൈറ്റ്. എന്താണ്? അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്. ഓക്കെ, സോ സൺലൈറ്റ് എൻവയറമെന്റൽ ഫാക്ടറിൽ തന്നെ വരും. ന്യൂട്രിയൻസ്. ഓക്കെ, സോ ന്യൂട്രിയൻസ് കിട്ടിയില്ലെങ്കിൽ അവിടെയും പ്രൊഡക്ടിവിറ്റി കുറയും, അല്ലെ. സോ അടുത്തത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഓഫ് പ്ലാന്റ്സ്. ഓക്കെ, സോ ഫോട്ടോസിന്തറ്റിക്, ചില പ്ലാന്റ്സ് ഒക്കെ കളറുള്ള പ്ലാന്റ്സ് ആണ്, അതായത് ലീഫ് കളർഫുൾ ആയിട്ടുള്ള ലീഫാണ്. ആ കളർഫുൾ ആയിട്ടുള്ള ലീഫ് ഫോട്ടോസിന്തസിസ് കുറവേ ചെയ്യുള്ളൂ, അല്ലെ. സോ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഓഫ് പ്ലാന്റ്സ്. ഇതൊക്കെയാണ് എന്ത്? പ്രൈമറി പ്രൊഡക്ടിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ പ്ലാന്റ് സ്പീഷീസ് ഏതാണ്, അതിന്റെ ബേസിസിലും എൻവയറമെന്റൽ ഫാക്ടർ എന്തൊക്കെയുണ്ട്, എത്ര എമൗണ്ട് ഉണ്ട്, അതിന്റെ ബേസിസിലും അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ് അതിന്റെ ബേസിസിലും ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഓഫ് പ്ലാന്റ്സ് ഇതിന്റെ ബേസിസിലും പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ ഒരു ആനുവൽ, അതായത് ഒരു വർഷത്തില് നമ്മുടെ ബയോസ്ഫിയറില് എത്ര പ്രൈമറി പ്രൊഡക്ടിവിറ്റി പ്രൊഡ്യൂസ് ആകും നമുക്ക് നോക്കാം. സോ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണ്. ഓക്കെ, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഓക്കെ, പ്രൊഡക്ടിവിറ്റി ഓഫ് ബയോസ്ഫിയർ. ഓക്കെ, നമ്മുടെ ഹോൾ ബയോസ്ഫിയറില് എത്ര പ്രൈമറി, അതായത് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി പ്രൊഡ്യൂസ് ആകുന്നുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ്
170 ton billions. Okay, so 170 billion tons. Okay, 170 billion tons പ്രൈമറി പ്രൊഡക്ടിവിറ്റി, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, അതായത് റെസ്പിറേഷന് കഴിച്ചിട്ട്, അതായത് റെസ്പിറേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സും കൂടെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു പ്രോഡക്റ്റിനെയാണ് നമ്മൾ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് എത്രയുണ്ട്? 170 ബില്യൺ ടൺസ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഓക്കെ, ഇതില് എന്താണ് ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇവിടെ. ഇതില് 55 ബില്യൺ ടൺസ് മാത്രമാണ് നമ്മുടെ ഓഷൻ. ഓക്കെ, നമ്മുടെ ഓഷൻ, അതായത് ആൾമോസ്റ്റ് 70% ഓഫ് ദി എർത്ത് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് അപ്പ് ബൈ വാട്ടർ. അല്ലെ, ആ വാട്ടർ കൊണ്ട് ഫില്ലപ്പ് ആയിരിക്കുന്ന അത്രയും ഭൂമിയുണ്ട്, അത്രയും എന്താ പ്ലേസ് ഉണ്ട്. അത്രയും പ്ലേസിൽ വെറും 55 ബില്യൺ ടൺ മാത്രമേ പ്രൊഡ്യൂസ് ആവുന്നുള്ളൂ. ബാക്കി 115 ബില്യൺ ടൺസും ചെയ്യുന്നത് ആരാണ്? ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ആണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുക? ഓക്കെ, റീസൺ പറഞ്ഞേ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുക? അക്വാട്ടിക് എക്കോസിസ്റ്റമിൽ കുറച്ചും അതുപോലെ തന്നെ എന്താ ഒരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റമിൽ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുക വെച്ചിട്ടുണ്ടെങ്കിൽ റീസൺസ് എന്തൊക്കെയായിരിക്കും ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് 2 റീസൺ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഓൺ ലാൻഡ് light penetration is not a problem. Okay, so is not a problem. അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. ലാൻഡില് ലൈറ്റ് ഇവിടെ കിട്ടുന്നില്ല അവിടെ കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം നമുക്ക് ഇല്ലല്ലോ, അല്ലെ? ലാൻഡിൽ ഇല്ലല്ലോ. പക്ഷെ വാട്ടറിലാവുമ്പോ, ഓഷൻ ആവുമ്പോ ഡീപ്പ് ഇൻസൈഡ് പോകുന്നുണ്ടോ? ലൈറ്റ് പെനട്രേറ്റ് ആവുന്നുണ്ടോ ഡീപ്പ് ഇൻസൈഡ് ഓഫ് ദി സീ? ഇല്ല, സംഭവിക്കുന്നില്ല, അല്ലെ? സോ അത് ഒരു റീസൺ ആണ്. സെക്കൻഡ് റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ലാൻഡ് സ്ട്രാറ്റിഫിക്കേഷൻ, അല്ലെ? സ്ട്രാറ്റിഫിക്കേഷൻ, അതായത് പ്ലാന്റ്സ് ആയാൽ നമുക്ക് ട്രീസും ഷ്രബ്സും ഹെർബ്സും കാണാൻ പറ്റും. അതുപോലെ തന്നെ അനിമൽസ് ആയാലും അവിടെ ലാർജർ അനിമൽസ്, സ്മോളർ അനിമൽസ്, മൈന്യൂട്ട് അനിമൽസ്, ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് സ്ട്രാറ്റിഫിക്കേഷൻ നമുക്ക് ക്ലിയർ കട്ടായിട്ട് കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ അക്വാട്ടിക് എക്കോസിസ്റ്റമിൽ ഇതുപോലെയുള്ള ഒരു സ്ട്രാറ്റിഫിക്കേഷൻ കാണാൻ പറ്റില്ല. സോ ഇതാണ്, ഈ 2 കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നുള്ളത് അക്വാട്ടിക് എക്കോസിസ്റ്റമിൽ, അതായത് ഓഷനിൽ വളരെ കുറവ് ബയോമാസ് പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ലാൻഡിൽ കുറച്ചുകൂടെ അധികം ബയോമാസ് പ്രൊഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത കാര്യം നമുക്ക് നോക്കാം. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. സോ നമ്മൾ ഇത് പ്രൊഡക്ടിവിറ്റി വരെ പഠിച്ചിട്ടുണ്ട്. സോ ഇതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ആ ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വീക്ക് ക്വിസ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അത് കൂടാതെ ഇനിയൊരു കാര്യം എന്താണ്, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്കും കൂടെ ജോയിൻ ചെയ്യുക. സോ ഡയറക്റ്റ് ആയിട്ട് ടെലഗ്രാം ആപ്പിൽ പോയിട്ട് വേദാന്ത് മലയാളം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. അതിൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റും. അത് ജസ്റ്റ് ജോയിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റ്യൻസ്, ഡെയിലി നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ വീക്ക്ലി ക്വിസ് ഉണ്ടാവും. സോ വീക്ക്ലി ഒരു ദിവസം ലൈവ് വന്നിട്ട് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലാരിഫൈ ചെയ്ത് തരും. അതുപോലെ തന്നെ അസൈൻമെന്റ്സ്, PYQs, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് മാത്രമല്ല ഇനി ഒരു കാര്യം എന്താണ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.